സുന്ദരമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട, അതിൻ്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു മഹത്തായ മാസത്തിന്റെ തുടക്കത്തിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റജബിനെ ബഹുമാനിച്ച്, ശഅബാനിനെ ബഹുമാനിച്ച്, റമദാനിനെ ബഹുമാനിച്ച്, അതിലൂടെ ആഖിബത്ത് നന്നായി ഈ ലോകത്തോട് വിട പറയുന്നവരിൽ പടച്ച റബ്ബ് നമ്മെയും വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ റബ്ബിനോടുള്ള തേട്ടം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. അല്ലാഹുവിനോട് നമ്മൾ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അത് എപ്പോഴും ചോദിച്ചാലും പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടേയിരിക്കണം. മുഴുവൻ അമ്പിയാക്കളും ചോദിച്ചതാണത്, മുഴുവൻ ഔലിയാക്കളും ചോദിച്ചതാണത്, മുഴുവൻ താബിഈങ്ങളും ചോദിച്ചതാണ് റബ്ബിനോട്. വെറുതെ അല്ല ചോദിച്ചത്, അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് അവരെല്ലാം യാചിച്ചവരാണ്. യാചിച്ചതാണ് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി. ഏറ്റവും വലിയ രണ്ട് കാര്യമാണത്. അതില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ലോക ജീവിതവും വെറുതെയാണ്, പാരത്രിക ലോക ജീവിതവും വെറുതെയായി പോകും. ആഖിറത്തിൽ നമുക്കൊന്നും കിട്ടാതെ പോകും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഏതാണത്? അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമതായി അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് ഈമാനിന്റെ കാര്യമാണ്. മരണസമയത്ത് അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ നൽകണം തമ്പുരാനെ. രണ്ടാമത്തെ തേട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. രണ്ട് കാര്യങ്ങൾ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദിച്ചാലും പിന്നെയും ചോദിക്കണം. ഒന്നാമതായി മരണസമയത്ത് അല്ലാഹുവേ ഈമാൻ നൽകണം. രണ്ടാമത്തെ കാര്യം കലിമത്ത് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണം. അല്ലാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞല്ലോ, മക്കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാനത്തെ വാക്ക്, ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ ഒരുത്തന് സാധിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗം കടന്നു, യാതൊരു സംശയവും വേണ്ട. വിചാരിക്കും, ഞാനിത് പറയുമ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയത് വിചാരിക്കും, പെട്ടെന്ന് കാച്ചിക്കിടേ. അങ്ങനല്ലേ ചിന്തിക്കുന്നത്? ഒരിക്കലും സാധ്യമല്ല. അത് ചൊല്ലണമെങ്കിൽ, അത് ചൊല്ലേണ്ട രീതിയിൽ ചൊല്ലണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ പരിപൂർണമായും നമ്മൾ പാലിക്കണം. എന്നാൽ മാത്രമേ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ചെറിയ കാര്യമല്ലത്. എല്ലാ മഹാന്മാരും നമുക്കറിയാം. എത്ര വിശുദ്ധ ഖുർആൻ പരിധിയാൽ നമുക്കറിയാം എത്ര ഭാഗത്താണ് ഈ ഒരു വാക്കുള്ളത്. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണം, സ്വാലിഹീങ്ങളുടെ കൂടെ എന്നെ നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണേ തമ്പുരാനെ. എത്ര പ്രവാചകന്മാർ! ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ദുആ ചെയ്തു, പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി, നമ്മുടെ പിതാവ് ഇബ്രാഹിം നബി, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ
വിജയത്തിന്റെ വെള്ളിക്കൊടി പാറി പറപ്പിച്ച് ലോകത്ത് അത്ഭുതങ്ങളുടെ അലമാലകൾ സൃഷ്ടിച്ച് കടന്നുപോയ മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കുന്നു, തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ തമ്പുരാനെ. എനിക്ക് നീ പോരാ, എന്നെ സ്വാലിഹീങ്ങളുടെ കൂടെ നാളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഖലീലുല്ലാഹിയാ ദുആ ചെയ്യുന്നത്. സുലൈമാൻ നബി ലോക ചക്രവർത്തി, ലോകം മുഴുവനും കയ്യാറിയ ഭരണം നടത്തിയ സോളമൻ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള സോളമൻ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്തത്, അല്ലാഹുവേ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. എന്നെ നീ സ്വാലിഹീങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിന്റെ അധികാരത്തിലിരിക്കുമ്പോഴും അവിടുന്ന് ദുആ ചെയ്തത്, റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽഖി വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ. നോക്കണേ പ്രിയപ്പെട്ടവരെ, തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എനിക്ക് നീ അധികാരം തന്നു, എനിക്ക് നീ അധികാരം തന്നു. മിസ്രിന്റെ അധികാരം എന്റെ കൈവെള്ളയിൽ നീ വെച്ചു തന്നു. പോരാ, സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ച് എന്നെ നീ പഠിപ്പിച്ചു തന്നു. പക്ഷേ ഈ അധികാരം കൊണ്ട് എനിക്ക് സമാധാനമില്ല റബ്ബേ. സ്വപ്ന വ്യാഖ്യാനം എന്ന മഹാ അത്ഭുതം കൊണ്ട് എനിക്ക് സമാധാനമില്ല റബ്ബേ. എനിക്കുള്ള സമാധാനം എന്തെന്നറിയുമോ? അധികാരമല്ല, പണമല്ല, അധികാരത്തിന്റെ ചെങ്കോലല്ല, പ്രൗഢിയല്ല, പ്രതാപമല്ല. എനിക്കുള്ള സമാധാനം തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണം. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ നൽകണം. എനിക്ക് ഇവിടുന്ന് മുസ്ലിമായിട്ട് പിരിയണം. പോരാ, വൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ നീ സ്വാലിഹീങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ലോകത്തുള്ള എല്ലാവരും, എല്ലാ അമ്പിയാക്കളും ഇങ്ങനെയാ പ്രാർത്ഥിച്ചത്. എല്ലാ ഔലിയാക്കളും ഇങ്ങനെയാ പ്രാർത്ഥിച്ചത്. കണ്ടോ മഹാനായ സയ്യിദുനാ സിദ്ദീഖ് തങ്ങൾ. സിദ്ദീഖേ, നീ സ്വർഗത്തിലാണ്. ഉമർ തങ്ങളെ, നിങ്ങൾ സ്വർഗത്തിലാണ്. ഉസ്മാൻ തങ്ങളെ, നിങ്ങൾ സ്വർഗത്തിലാണ്. അലി തങ്ങളെ, നിങ്ങൾ സ്വർഗത്തിലാണ്. സ്വർഗം ഒക്കെ ആയിട്ടുള്ള ഉറപ്പായി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച മഹാമാരായ ഖലീഫമാര് പോലും അവിടുന്ന് അതാ യാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും കൂട്ടം വലിച്ചുറങ്ങുമ്പോ എഴുന്നേറ്റിട്ട് റബ്ബിന് വേണ്ടി നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ദ്വാരക്കുന്ന ദുആയേതാ, തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചവനെ, മുസ്ലിമായി മരിപ്പിക്കണം. ഇവിടെ നമ്മൾ നിസ്കരിച്ചിട്ട് ദ്വാരക്കുന്നത് തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചവനെ, മുസ്ലിമായി മരിപ്പിക്കണം. സ്വാലിഹീങ്ങളുടെ കൂടെ ചേർക്കണേ അല്ലാഹ്. ചെറിയ കാര്യമാണോ ഇത്? ഇത്രയും പ്രവാചകന്മാർ, എന്തിന് പ്രവാചകന്മാർ കരയണം? അവരും പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. അല്ലാഹുവിന്റെ ആരിഫീകൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. ഔലിയാക്കൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. എന്റെ പ്രാർത്ഥന മുസ്ലിമായി മരിച്ചു കിട്ടണം. ഒരാളുടെ ഏറ്റവും ഭീകരതയുടെ സമയമാണ് മരണത്തിന്റെ സമയം. ഏറ്റവും വലിയ ബേജാർ, ഏറ്റവും വലിയ ഭീകരത, ഭീകരതയുടെ വല്ലാത്ത വർണ്ണിക്കാനാകാത്ത നിമിഷങ്ങളാണ് മരണസമയം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു മനുഷ്യനിൽ പിശാചി ഏറ്റവും കൂടുതൽ ഇടപെടുന്ന സമയം മരണസമയം. പിശാചി കാര്യം 10 സെക്കൻഡ് മതി, 10 സെക്കൻഡ് മതി. അവൻ വരും വലിയ രാജാവായിട്ട്, ഒരുപക്ഷെ വലിയ മൊയ്യാരായിട്ടായിരിക്കും വരിക, തങ്ങളായിട്ടായിരിക്കും വരിക, വലിയ വിലായത്തിന്റെ മർത്തവയിലായിരിക്കും മരിക്കാൻ കിടക്കുന്ന ആളുടെ മുന്നിൽ വരിക. നമ്മളൊക്കെ അനുഭവിക്കാൻ പോകുന്ന കാര്യമാണ്. എല്ലാവരും മനസ്സിലാക്കി വെച്ചോണം. ഇന്നല്ലെങ്കിൽ നാളെ
നമ്മളൊക്കെ അനുഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ ഈ പറയുന്നത്. ഇയാള് വരും, ഇയാള് വന്നിട്ടൊരു കിണ്ടിയിൽ വെള്ളവുമായിട്ട് നിൽക്കുകയാണ്. ഒരു മനുഷ്യന് മരിക്കുന്ന സമയത്ത് സമുദ്രത്തിലെ വെള്ളം മുഴുവനും കിട്ടിയാലും കൊള്ളാം, അത്ര വലിയ ദാഹമുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് വന്ന് നിന്നിട്ട് പറയുകയാ, മോനെ അല്ല ഞാനാണെന്ന് പറയല, ഞാനാണ് നിന്റെ റബ്ബ്, നീ എന്ന് പറഞ്ഞേ ഇപ്പൊ വെള്ളം തരാൻ. അല്ലാഹുവേ, ആ സമയത്ത് അല്പമെങ്കിലും ഈമാൻ കുറഞ്ഞു പോയ മനുഷ്യൻ പറയും, നീയാണ് റബ്ബ്, നീയാണ് റബ്ബ്, അല്ല റബ്ബല്ല. ഇത്രയും പറയുമ്പോഴത്തേക്ക് അല്ലാഹുവേ വെള്ളവും കൊണ്ട് അവനങ്ങ് പോകും, നീ അങ്ങ് മരിക്കും. അല്ലാഹുവേ സൂഖിൽ ഖാത്തിമത്തായി, അതേ കാഫിറായി നീ അങ്ങ് ചത്തുപോകുന്നു. 80 കൊല്ലം മുസ്ലിമായി ജീവിച്ചിട്ട്, 70 കൊല്ലം മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരെ, പിന്നെ നമ്മളെ ആർക്ക് വേണം? പള്ളി നിറയെ മയ്യത്ത് നിസ്കാരത്തിന് ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കാരത്തിന് പള്ളി നിറയെ ആളായിരുന്നു. എന്തൊരു സദസ്സായിരുന്നു. പറഞ്ഞിട്ടെന്ത് കാര്യം? 1000 ആളുകൾ നിസ്കരിച്ചിട്ടെന്ത് കാര്യം? മരിച്ചത് കാഫിറായിട്ടല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ സാധിച്ചില്ലല്ലോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് പഴയകാല ഉസ്താദുമാരൊക്കെ അവർ നമ്മളെ കാണുമ്പോ കൊച്ചുപിള്ളേരുടെ കൈ പിടിച്ചായാലും മുതിർന്നവരുടെ കൈ പിടിച്ചായാലും അവരൊക്കെ പ്രാർത്ഥിക്കും. പറയുന്നൊരു വർത്തമാനമുണ്ട്, മോനെ ആഖിബത്ത് നന്നാവാൻ ദ്വാരക്കണം. വലിയ വലിയ വിലായത്തിന്റെ മർത്തവയിലുള്ള മഹാന്മാരെ കാണുമ്പോ, ഉസ്താദേ നിങ്ങൾ എനിക്കൊന്ന് ദ്വാരക്കണമെന്ന് പറയുമ്പോ, മോനെ നീ എനിക്ക് ദ്വാരക്കണം. എന്തിനു വേണ്ടി? ഈ ദുനിയാവിൽ വലിയ ആളാവാനല്ല, എന്റെ ആഖിബത്ത് നന്നായിട്ട് എനിക്ക് മരിക്കണം, എന്റെ ആഖിബത്ത് നന്നായിട്ട് മരിക്കണം. ആഖിബത്ത് പ്രശ്നമാ. മുഴുവൻ മഹാന്മാരും കരഞ്ഞുപോയി. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ സമയത്ത് പൊട്ടിക്കരയുകയാ. ശിഷ്യൻ ചോദിക്കുന്നു, ഉസ്താദേ രോഗം എങ്ങനെയുണ്ട്? മോനെ മരണത്തിന്റെ കോപ്പയിൽ നിന്ന് ഷാഫി കുടിക്കാൻ പോവുകയാ, ഷാഫി ഇവിടുന്ന് വിട പറയാൻ പോവുകയാ. മോനെ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന വിഷയം, മോനെ എനിക്കിവിടുന്ന് മുസ്ലിമായിട്ട് മരിക്കണം, അതിന് സാധിക്കുമോ? അതാണ് എന്റെ ആകുലത. ഇമാമുന ശാഫിഈ തങ്ങളുടെ ആകുലത, മുഴുവൻ മഹാരഥന്മാരുടെ ആകുലത. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ, മനസ്സിലാക്കണേ. ഇതാണ് ആഖിബത്ത്. പഠിച്ചു വെച്ചോ എല്ലാവരും. ഉറച്ചവനെ അന്ത്യം നന്നാക്കി തരണേ അല്ല, അന്ത്യം നന്നാക്കി തരണേ അല്ല. നമ്മൾ ഈ കാണുന്ന നടക്കുന്നുവല്ല. എത്ര വലിയ പ്രഭാഷകനാ ഞാനങ്ങ് പ്രസംഗിക്കുക. അതേപോലെ തങ്ങളായാലും മുസ്ലിയാരായാലും വലിയ നിസ്കാരക്കാരായ ഹാജിയാരായാലും മരണത്തിന്റെ തലേന്നത്തെ ദിവസം വരെ, ചിലപ്പോൾ 12 മണിക്കും മരിക്കാനുള്ള ആളാണെങ്കിൽ 11 മണി വരെ പറഞ്ഞിരിക്കും. ആഖിബത്ത് ശരിയായ, അല്ല ആഖിബത്ത് മോശമായിട്ട് മരിക്കണമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ 1 മണിക്കൂറിൽ പടച്ചോന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു തോന്നിവാസം, ഒരു പച്ച തോന്നിവാസം ഒന്നി എന്നെ കൊണ്ട് ചെയ്യിക്കും, അല്ലെങ്കിൽ മനസ്സിൽ തോന്നിപ്പിക്കും. അതിങ്ങനെ കിടക്കുമ്പോഴാണ് ഇസ്രായേൽ വരിക, തീരും, ആഖിബത്ത് മോശമായി മരിച്ചുപോയി. അതുകൊണ്ട് ഒരാളുടെ നിസ്കാരവും നോമ്പൊന്നും കണ്ടിട്ട് അയാളുടെ സ്വർഗത്തില ആരും വിധി എഴുതണ്ട. അതാണ് സൂക്ഷിക്കേണ്ടത്. അതിന് നന്നാവണമെങ്കിൽ നല്ല പണിയെടുക്കണം. മനസ്സ് സൂക്ഷിക്കണം, നാവ് സൂക്ഷിക്കണം, ശരീരം സൂക്ഷിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി പറയട്ടെ, പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഇനി ഇപ്പൊ ഞാൻ ആഖിബത്ത് ഇങ്ങനെ പറഞ്ഞു. ആഖിബത്ത് നന്നായി മരിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ജുമഅക്ക് ഒരുമിച്ച് കൂടിയവരൊന്ന് മനസ്സിലാക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇൻ അറത്തുറാഹത ഇൻദൽ മൗതി, മരണസമയത്ത് ആർക്കെങ്കിലും സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആഖിബത്ത് നന്നായി മരിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, എന്റെ സ്വഹാബ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഗവനിക്കണേ, ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ വൽ ഖുറൂജ മഅൽ ഈമാൻ, ഈ ദുനിയാവിൽ നിന്ന് ഒരു വിശ്വാസിയായി മുസ്ലിമായിട്ട് നിന്റെ ആത്മാവ് പിരിയണമെന്ന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, വന്നജാതു മിനശ് ശൈത്താൻ, ശൈത്താനിന്റെ ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഫഹ്തരിമൂ, നിങ്ങൾ ആദരിച്ചു കൊല്ലണേ, നിങ്ങൾ ബഹുമാനിച്ചു കൊല്ലണേ. ഈ 3 മാസങ്ങളെ നിങ്ങൾ ആദരിച്ചു കൊല്ലണേ.
ശഅബാനാണ്, മറ്റൊന്ന് റമദാൻ. ഈ 3 മാസങ്ങൾ വേണ്ടതുപോലെ നിങ്ങൾ ആദരിച്ചു കൊള്ളണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മള് ഈ റജബിന്റെ ഓരോ സംസാരത്തിലും എന്റെ റബ്ബേ റജബ്, ഞാൻ സംസാരിക്കുന്നത് നല്ലതാണോ നല്ലതാണോ നല്ലതാണോ, എന്റെ കൂട്ടുകാരൻ വന്നിട്ട് എന്നെ തിരിച്ചുകളി. ആ സമയത്തല്ല റജബാണ് ഞാൻ സൂക്ഷിക്കണം, ശഅബാനാണ് ഞാൻ സൂക്ഷിക്കണം, റമദാനാണ് ഞാൻ സൂക്ഷിക്കണം എന്ന ചിന്ത വേണം. പ്രിയപ്പെട്ടവരെ, ആരോടും വഴക്കിന് പോകരുത്, ആരോടും കയർത്ത് സംസാരിക്കാൻ റജബിൽ നിൽക്കരുത്. പഠിച്ചവന് ഇഷ്ടമല്ല, വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചോ, പറയുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ എനിക്കുള്ളൂ. അതിനപ്പുറം എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല. ഞാൻ പറയുന്നു, റജബിൽ ഒരാളോട് കോപിക്കാൻ നിൽക്കേണ്ട. നിന്നോട് വഴക്കിന് വരുന്നവരെടുത്തും നീ അങ്ങ് ഒതുങ്ങി മാറി മാറി പോവുക. റജബ് നമ്മൾ മാത്രമല്ല ബഹുമാനിച്ചത്. കണ്ടോ, 6-ാം നൂറ്റാണ്ട് ഡാർക്ക് ഏജ്, ഏറ്റവും പിഴച്ച യുഗം എന്ന് ലോക ഹിസ്റ്റോറിയൻസുകൾ മുഴുവനും വിധി എഴുതിയ ആ 6-ാം നൂറ്റാണ്ടിലെ അന്നത്തെ അറബികൾ, ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള അറബികളുണ്ടല്ലോ, മുഹമ്മദ് റസൂലുള്ളാഹി ഇസ്ലാമിന്റെ സന്ദേശം കൊടുക്കുന്നതിന് മുമ്പും അവർ പോലും ബഹുമാനിച്ചിരുന്നു റജബിനെ. എങ്ങനെ ബഹുമാനിച്ചു? ആദ്യത്തെ റജബിനെ ബഹുമാനിച്ചുകൊണ്ട് ആദ്യത്തെ 10 ദിവസം അവർ നോമ്പെടുക്കും. രണ്ടാമത്തെ 10 ദിവസം അവർ ഇഷ്ടംപോലെ ഒട്ടകത്തെ ഒക്കെ അറുത്തിട്ട് ഭക്ഷണം കൊടുക്കും. 3-ാമത്തെ 10 അവർ വളരെയധികം ഭവ്യതയോടെ കഴിഞ്ഞുകൂടും വീടുകളിൽ. എന്തേ? റജബിൽ ആരോടും ഒരു വഴക്കിന് പോകില്ല, ചന്തയ്ക്ക് പോകില്ല. സ്വന്തം പാപ്പയുടെ കൊലയാളി മുമ്പിൽ വന്ന് നിന്നാലും അങ്ങോട്ട് നോക്കില്ല. നോക്കിയാൽ എന്തെങ്കിലും പറയേണ്ടി വരും. റജബാണേ, അല്ലാഹുവേ റജബാണേ, അവനോട് ഞാൻ മിണ്ടുന്നില്ല, പോകട്ടെ അവന്റെ പാട്ടിന്. ഇങ്ങനെ ബഹുമാനിച്ചിരുന്നു ആര്? ഡാർക്ക് ഏജ് എന്ന് വിധി എഴുതിയ അറബികൾ പോലും ബഹുമാനിച്ചിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, റജബാണേ. കാര്യമെന്താ? ഒന്ന് ചെയ്താൽ ഇപ്പൊ നിങ്ങൾ ഇന്ന് നിർവഹിക്കുന്ന ജുമഅയുണ്ടല്ലോ, ഇരട്ടി 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 പ്രതിഫലമാണ് റജബിലെ ജുമഅയായതുകൊണ്ട്. ഈ റജബിൽ ഒരു തോന്നിവാസം ചെയ്താൽ ഇരട്ടി 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 ശിക്ഷ. എങ്ങനെയെന്ന് എനിക്ക് വർണ്ണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് റജബിനെ മാനിക്കണം, ബഹുമാനിക്കണം. അല്ലാഹു റജബിനെ ബഹുമാനിക്കുന്നവൻ അതിലൂടെ ആദ്യമൊന്ന് നന്നായി മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും നമ്മുടെ കാര്യം ഈ സമുദായത്തിന്റെ ഇസ്സത്തിന് വേണ്ടി ഇഷ്ടങ്ങൾ വാരക്കണം. നമ്മളൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെയാണ്, പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പാവപ്പെട്ട പലസ്തീനികൾക്ക്